ഹലോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഇൻ റോസ്റ്റർ ഫോം. എന്താടാ ക്വസ്റ്റ്യൻ? റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയേ, സെറ്റ് ബിൽഡർ ഫോം വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് എഴുതണം. ഇവിടെ നോക്കിയടാ, എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് വന്നിട്ടുണ്ടല്ലേ. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പർ ആണ്. ഓഡ് നാച്ചുറൽ നമ്പർ. എന്താണ് ഓഡ് നാച്ചുറൽ നമ്പർ? എന്തു വരും? നമുക്കറിയാവുന്നതാണ്, സിമ്പിളാണ്. എ ഈക്വൽ ടു സെറ്റ് ഏതൊക്കെയാടാ ഓഡ് നമ്പർ. ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? ഫസ്റ്റ് 1 വരും അല്ലേ, 1 കോമ, പിന്നെന്ത് വരും? 3 വരും, 3 കോമ, 5 കോമ, 7 കോമ, 9 കോമ എക്സെട്ര. ഇതാണ് നമ്മുടെ ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ നമ്പർ 1 ആയിരിക്കും. പിന്നീടുള്ള ഓരോ നമ്പർ കിട്ടുന്നത് എങ്ങനെയാണ്? 2 ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് നമ്പർ 1, 1 + 2 ചെയ്യുമ്പോൾ 3 കിട്ടും. 3 + 2 ചെയ്യുമ്പോൾ 5 കിട്ടും. 5 + 2 ചെയ്യുമ്പോൾ 7 കിട്ടും. അങ്ങനെ എന്താണ്? 2 ആഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റത്തെ നമ്പർ 1 ആണ്. പിന്നീടുള്ള ഓരോ നമ്പർ കിട്ടാൻ വേണ്ടി 2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അത് കിട്ടി. രണ്ടാമത്തെ നോക്കിയാൽ ഡി എന്ന് പറഞ്ഞ സെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദി വേർഡ് ലോയൽ. എടാ, വേർഡ് വന്നിട്ട് ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ സിമ്പിൾ അല്ലേ. ഡി ഈക്വൽ ടു നമുക്ക് എഴുതാം സെറ്റ്. നോക്കിയടാ, ഫസ്റ്റ് ലെറ്റർ എൽ കോമ, ഒ കോമ, വൈ കോമ, എ. ഇനി എൽ എഴുതണം. വേണ്ട, എൽ നമ്മൾ ഓൾറെഡി ഒരു തവണ എഴുതിയതാണ്. രണ്ടാമത് നമ്മൾ എൽ പിന്നീട് എഴുതേണ്ട കാര്യമില്ല. ഒരു ലെറ്റർ ഒരു തവണ എഴുതിയാൽ മതി. അപ്പം നമുക്ക് സെറ്റ് കിട്ടി. എന്തൊക്കെയാടാ ലെറ്റർ ഏതൊക്കെ വന്ന്? LOYA. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, ബി എന്ന് പറഞ്ഞ സെറ്റാണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ. എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താടാ? ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ വരും. -2, -1, 0, 1, 2 എക്സെട്ര. ഇങ്ങനെയുള്ള നമ്പറുകളെയാണ് നമ്മൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇസഡ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റിനെ നമ്മൾ ഇസഡ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇൻറ്റീജർ എന്ന് പറഞ്ഞ നമ്പർ. നെഗറ്റീവ് നമ്പേഴ്സ് കാണും, 0 കാണും, പോസിറ്റീവ് നമ്പേഴ്സ് കാണും. ഓക്കെ അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ -1/2ൻ്റെയും 9/2ൻ്റെയും ഇടയിലാണ്. എക്സിൻ്റെ വാല്യൂ -1/2ൻ്റെയും 9/2ൻ്റെ ഇടയിലാണ്. ഈ ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഡെസിമൽ നമ്പേഴ്സ് ഒന്നും വരത്തില്ല കേട്ടോ. റൂട്ട് നമ്പേഴ്സ് അല്ലേ, റൂട്ട് വരുന്ന നമ്പേഴ്സ്, പിന്നെ പോയിൻ്റ് വരുന്ന നമ്പേഴ്സ്, അങ്ങനെയുള്ള നമ്പേഴ്സ് ഒന്നും വരത്തില്ല. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്പർ -2, -1, -3, -4, 1, 2, 3, 0 അതൊക്കെയാണ് നമ്മുടെ ഇൻറ്റീജർ എന്ന് പറയുന്നത്. ഡെസിമൽ നമ്പറൊന്നും അതിൻ്റെ ഇടയിൽ വരത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. നോക്കിയടാ, എക്സിൻ്റെ വാല്യൂ -1/2ൻ്റെയും 9/2ൻ്റെയും ഇടയിലാണ്. എക്സ് എന്ന് പറയുന്നത് -1/2നേക്കാൾ വലുതാണ്, 9/2നേക്കാൾ ചെറുതാണ്. ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്ററിൽ ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്. ഈ ഡിനോമിനേറ്ററിലുള്ള 2നെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഇവിടെയും മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഈ എക്സിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ നമ്മൾ എന്താണ് 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രശ്നം വരത്തില്ല. അപ്പം നോക്കിയടാ, -1/2 × 2 ലെസ് ദാൻ എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടും. ലെസ് ദാൻ 9/2 × 2. ഓക്കെ, ഇവിടെ നോക്കിയടാ, നമുക്കിത് ഈ 2ഉം 2ഉം കട്ട് ചെയ്യാം, ഈ 2ഉം 2ഉം കട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? -1 ലെസ് ദാൻ 2x ലെസ് ദാൻ 9. 2xൻ്റെ വാല്യൂ -1നേക്കാൾ വലുതും 9നേക്കാൾ ചെറുതുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2xൻ്റെ വാല്യൂ എന്തൊക്കെ വരും? ഇവിടെ 2xൻ്റെ വാല്യൂ എന്തൊക്കെ വരും?
-1 വലുതാണ്. 2x വാല്യൂ എന്ന് പറയുന്നത് -1 വലുതാണ്. -1 വലുതായിട്ടുള്ള വാല്യൂ ഏതൊക്കെയാടാ? 0 വരും, 1 വരും, 2 വരും, 3, 4, 5, 6, 7, 8. 9 എടുക്കണ്ട, കാരണം 2x വാല്യൂ 9 ചെറുതാണ്. അപ്പോൾ 8 വരെ മതി. ഇതെന്താണ്? ഇത് 2x വാല്യൂ ആണ്. 2x വാല്യൂ ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഏതൊക്കെ വരും? എക്സിൻ്റെ വാല്യൂ ഏതൊക്കെ വരും ഇവിടെ? എക്സിൻ്റെ വാല്യൂ നമുക്ക് ബി എന്ന് പറഞ്ഞ സെറ്റ് കിട്ടും. എക്സിൻ്റെ വാല്യൂ 0 എടുക്കാൻ പറ്റും, പ്രശ്നമില്ല. 0/2 എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ 1/2 എടുക്കാൻ പറ്റുമോ? 1/2 എടുക്കാൻ പറ്റത്തില്ല. ഇതൊരു ഇൻറ്റീജർ അല്ല. 1/2 എന്ന് പറഞ്ഞാൽ പോയിന്റ് വരുന്ന ഒരു നമ്പറാണ്, അതെടുക്കാൻ പറ്റത്തില്ല. 2/2 നമുക്ക് ചെയ്യാം. 2/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഇവിടെ 1 എഴുതാം. അടുത്ത നമുക്ക് 3/2 എടുക്കാൻ പറ്റത്തില്ല. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അതെന്താണ്? അത് ഇൻറ്റീജർ അല്ല. അപ്പോൾ ഈ 3/2 എടുക്കാൻ പറ്റത്തില്ല. 4/2 എടുക്കാം. 4/2 എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ നോക്കിയേ, അടുത്ത നമ്പർ എടുക്കാൻ പറ്റത്തില്ലല്ലോ. 5/2 പറ്റത്തില്ല. 6/2 3, അതെടുക്കാൻ പറ്റും. ഇതെന്താ? ഇൻറ്റീജർ ആണ്. 7/2 പറ്റത്തില്ല. 8/2 എടുക്കാം. 8/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ക്ലിയർ അല്ലേ? നമ്മുടെ ബി എന്ത് കിട്ടിയടാ? ബി എന്ത് കിട്ടി? 0, 1, 2, 3, 4. ഇതാണ് നമ്മുടെ ബി എന്ന് പറഞ്ഞ സെറ്റ്. അടുത്ത നോക്കിയടാ, E = x such that x is a month of year not having 31 days. സിമ്പിൾ ക്വസ്റ്റ്യൻ. 31 ദിവസം വരാത്ത മാസങ്ങളുടെ പേര്. 31 ദിവസം ഇല്ലാത്ത മാസങ്ങൾ ഏതൊക്കെയാണ്? അത് നമുക്ക് കൈകൊണ്ട് എണ്ണിയെടുക്കാൻ പറ്റുന്നതല്ലേ. ഞാൻ അങ്ങനെ എണ്ണുവാണേ. ഏതൊക്കെ വരും? ഫസ്റ്റ് നമുക്ക് ഫെബ്രുവരി എഴുതാൻ പറ്റും. E = ഫസ്റ്റ് നമുക്ക് ഫെബ്രുവരി പറ്റും. ഫെബ്രുവരി. ഓക്കെ, ഫെബ്രുവരി. മാർച്ച് പറ്റത്തില്ല. ഏപ്രിൽ എടുക്കാം. ഏപ്രിൽ കിട്ടും. ഏപ്രിൽ എന്താ? 30 ദിവസമേ ഉള്ളൂ. ഇനി എന്താണ്? മെയ് പറ്റത്തില്ല. ജൂൺ പറ്റും. ജൂൺ പറ്റും. ജൂലൈ പറ്റില്ല. ഓഗസ്റ്റ് പറ്റും അല്ലേ? ആഗസ്റ്റ് പറ്റും. പിന്നെന്താ? സെപ്റ്റംബർ പറ്റില്ല. ഒക്ടോബർ എടുക്കാൻ പറ്റും. ഒക്ടോബർ നമുക്ക് എടുക്കാം. ഒക്ടോബർ എന്താണ്? 30 ഡേയ്സ്, 30 ദിവസങ്ങളേ ഉള്ളൂ. ഒക്ടോബർ കഴിഞ്ഞ് നവംബർ, ഇവിടെ എന്താടാ? ഇവിടെ ആഗസ്റ്റും ഒക്ടോബറും വരത്തില്ല. ആഗസ്റ്റും ഒക്ടോബറും വരത്തില്ല. നമുക്ക് സെപ്റ്റംബർ എടുക്കാൻ പറ്റും. ജൂൺ കഴിഞ്ഞാൽ സെപ്റ്റംബർ ആണ് വരുന്നത്. ജൂൺ കഴിഞ്ഞാൽ സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ പറ്റില്ല. നവംബർ പറ്റും. നവംബർ പറ്റും. ഓക്കെ, നവംബർ പറ്റും. നവംബർ കഴിഞ്ഞാൽ ഡിസംബർ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെറ്റ് വരുന്നത്. ഇവന്മാരൊക്കെ എന്താണ്? ഫെബ്രുവരി എന്ന് പറയുന്നത് 28 അല്ലെങ്കിൽ 29 ദിവസമേ കാണത്തുള്ളൂ. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ. ഇവന്മാരെത്ര? ഇവന്മാർ 30 ദിവസമാണുള്ളത്. ഈ മാസങ്ങളിൽ 30 ദിവസമാണുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസറായി. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ. C = x such that x is an integer. x എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്. x² <= 4. ഇവിടെ നോക്കിയടാ, x² <= 4. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? എക്സിൻ്റെ വാല്യൂ എന്ത് വരുടാ? എക്സിൻ്റെ വാല്യൂ -2 ഈക്വൽ ആകാം അല്ലേ? -2 ഈക്വൽ ആകാം. -2 വലുതുമാകും. പിന്നെന്താണ്? 2 ഈക്വൽ ആകും. 2 ചെറുതുമായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്നത്. ഇവിടെ ഇത് മനസ്സിലായാലേ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. x² ഇനി <9 എന്നായിരുന്നു വന്നിരുന്നെങ്കിൽ 9ൻ്റെ റൂട്ട് എന്താണ്? 9ൻ്റെ റൂട്ട് -3ഉം 3ഉം ആണ്. 9ൻ്റെ റൂട്ട് എന്താണ്? -3ഉം 3ഉം ആണ്. അപ്പോൾ നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ എങ്ങനെ വരുമെന്ന് അറിയാമോ? എക്സിൻ്റെ വാല്യൂ <= 3 എന്നും എഴുതാൻ പറ്റും. പിന്നെ <= -3 എന്ന് എഴുതാൻ പറ്റും. ഇനി x² വാല്യൂ <= 16 എന്നാണ് നമുക്കിവിടെ ഈ ഇൻഇക്വാലിറ്റി വന്നിരുന്നെങ്കിൽ ഇതിനെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? 16ൻ്റെ റൂട്ട് നോക്കാം. 16ൻ്റെ റൂട്ട് -4ഉം വരും 4ഉം വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ <= 4 ആയിരിക്കും. <=
-4 ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഈ ഇൻഇക്വാലിറ്റി ഇങ്ങനെ എഴുതിയത്. x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 4ൻ്റെ റൂട്ട് -2 ഉണ്ട് 2 ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് എഴുതും. ഇവിടെ നമുക്കിനി സിമ്പിളായിട്ട് എഴുതാടാ സി ഈക്വൽ ടു ഇവിടെ എന്താ -2 ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെറ്റിൽ -2 എടുക്കാൻ പറ്റും, കോമ -2 കഴിഞ്ഞ് -1 പിന്നെന്താ 0 പിന്നെ എന്ത് വരും 1 വരും. ഇവിടെ നമുക്ക് എന്താ 2നെ എടുക്കാൻ പറ്റും. അപ്പോൾ 2 ഇത്രയുമാണ് നമ്മുടെ സി എന്ന് പറഞ്ഞ സെറ്റിലെ വാല്യൂസ്. ഓക്കെ, സെറ്റിലെ എലമെൻറ്റ്സ് കിട്ടിയില്ലേ? -2 -1 0 1 2. ഈ ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്ത രീതി മനസ്സിലാക്കിയ ഈ ക്വസ്റ്റ്യൻ എന്താ സിമ്പിളാണ്. അടുത്ത നോക്കിയാടാ, എഫ് എന്ന് പറഞ്ഞ സെറ്റാണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ കൺസോണൻറ്റ്. എന്താണ് ഈ കൺസോണൻറ്റ് എന്ന് പറയുന്നത്? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ കൺസോണൻസ് ആയിരിക്കണം വിച്ച് പ്രസീഡ്സ് കെ. കെ എന്ന് പറഞ്ഞ ലെറ്ററിന് മുമ്പിലുള്ള കൺസോണൻസ്. കൺസോണൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, കൺസോണൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ നിന്നും ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഏതൊക്കെയാടാ? എ തൊട്ട് ഇസഡ് വരെയുള്ള ലെറ്ററുകളാണ് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. ഇവന്മാരിൽ നിന്നും നമ്മൾ വൗവൽസിനെ കളഞ്ഞാൽ മതി. ഇതിനെയാണ് നമ്മൾ കൺസണൻസ് എന്ന് പറയുന്നത്. കൺസണൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ നിന്നും നമ്മൾ വൗവൽസിനെ കളയുക, ബാക്കിയുള്ളവരെയാണ് കൺസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കെയിന് മുമ്പ് വരെയുള്ള കൺസണൻസ് ആണ് വേണ്ടത്. അപ്പം നമുക്ക് കെയിന് മുമ്പ് വരെയുള്ള ആൽഫബറ്റ്സ് ഒന്ന് എഴുതാം. ഏതൊക്കെ വരും ഇവിടെ? സ്മോൾ ലെറ്റർ എഴുതിയാൽ മതിയേ. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ വരെ മതിയല്ലോ. കെയിന് മുമ്പുള്ളതാണ് വേണ്ടത്. അപ്പോൾ കെ നമുക്ക് എഴുതണ്ട, കെയിന് മുമ്പ് ജെ ആണ്. അപ്പോൾ ഇത്ര എടുക്കുക. ഇതിൽ നിന്ന് നമ്മൾ വൗവൽസിനെ കളയുക. വൗവൽസ് ആരൊക്കെയാടാ? എ വരുമല്ലേ, എ വൗവലാണ്. പിന്നെന്താ ഇ വൗവലാണ്. അതേപോലെ അടുത്ത എന്ത് വരും? ഐ. ഇവന്മാരെ കളയുക, ബാക്കിയുള്ളവരെ പിടിച്ച് നമുക്ക് സെറ്റിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ എഫ് എന്ന് പറഞ്ഞ സെറ്റ് എന്ത് വരും ഇവിടെ? സെറ്റ് ബാക്കി ആരൊക്കെ ഉണ്ട്? ബി കോമ സി കോമ ഡി കോമ എഫ് കോമ ജി കോമ എച്ച് കോമ ജെ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കെയിന് മുമ്പുള്ള കൺസണൻസ്. ഇതാണ് നമ്മുടെ കെയിന് മുമ്പുള്ള കൺസണൻസ്. ഓക്കെ അല്ലേ?